ദ മിസ്റ്റീരിയസ് പിക്ചർ. നിഗൂഢമായ ചിത്രം, രഹസ്യങ്ങൾ നിറഞ്ഞ ചിത്രം. ഇതാണ് കഥയുടെ ഹെഡിങ്. ആദ്യം നമുക്ക് രചയിതാവിനെ പരിചയപ്പെടാം. ചാൾസ് ഡി കോസ്റ്റർ, 1827 to 1879. 1827 ജനിച്ച് 1879 മരിച്ച ചാൾസ് ഡി കോസ്റ്റർ, ദ ഫാദർ ഓഫ് ബെൽജിയൻ ലിറ്ററേച്ചർ, ബെൽജിയൻ സാഹിത്യത്തിൻ്റെ പിതാവായ. വാസ് ബോൺ ഇൻ മ്യൂണിക്, അദ്ദേഹം മ്യൂണിക്കിലായിരുന്നു ജനിച്ചത്. ഹീസ് മാസ്റ്റർ പീസ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഈസ് ആകുന്നു ദ ലെജൻഡ് ഓഫ് ടിൽ യുലൻസ് പീച്ചൽ ആൻഡ് ലാമെ ഗോഡ്സാക്ക്, 1867. എ 16th century റൊമാൻസ്, 16ാം നൂറ്റാണ്ടിലെ ഒരു പ്രണയമാണത്. വിച്ച് വാസ് ബയർലി റെഡ് ഇൻ ബെൽജിയം, ബെൽജിയം എന്ന രാജ്യത്ത് അത് വായിക്കപ്പെട്ടില്ല. ബിക്കോസ് കാരണം ഇറ്റ് ഡിഡ് നോട്ട് മീറ്റ് അപ്പ് ടു ദ കൺവെൻഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബെൽജിയൻ നാഷണാലിസം, ബെൽജിയം ദേശീയതയുടെ പരമ്പരാഗതമായ സ്റ്റാൻഡേർഡ് അത് നിലനിർത്തിയില്ല എന്നതാണ്. ബട്ട് ഇറ്റ് ഗെയിൻ പോപ്പുലാരിറ്റി, പക്ഷേ അത് പ്രശസ്തി നേടി ഓൾ ഓവർ ദ വേൾഡ്, ലോകം മുഴുവനും. ഇറ്റ് ഈസ് കൺസിഡേർഡ്, അത് പരിഗണിക്കപ്പെടുന്നു ആസ് വൺ ഓഫ് ദ ക്ലാസിക്സ് ഇൻ ബെൽജിയൻ ലിറ്ററേച്ചർ, ബെൽജിയൻ സാഹിത്യത്തിലെ ഒരു ക്ലാസിക്കായിട്ട്, ഉത്തമ സാഹിത്യമായിട്ട്. ഇനി നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ടിൽ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാണ്ടറിങ്സ് ഫ്രം കോർട്ട് ടു കോർട്ട് റോഡ് ടു ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബറ്റംബർഗ് ഓൺ ഹിസ് ഡോങ്കി. His clothes and appearance attracted everyone's attention. His cap was set smartly on his head, and the 3 bright feathers on it danced in the breeze as he rode. At the main entrance to the palace, the captain of the guards called out to him, "Hey there, you fellow on the donkey. We don't allow any loafers here. You and your donkey already look like skeletons." ടില്ലാണ് ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ. അദ്ദേഹം ഇൻ ദ കോഴ്സ്, മുന്നോട്ട് പോക്കിൽ, ഓഫ് ഹിസ് വാണ്ടറിങ്സ്, അദ്ദേഹത്തിൻ്റെ അലഞ്ഞു തിരിയുന്നതിൻ്റെ മുന്നോട്ട് പോക്കിൽ, ഫ്രം കോർട്ട് ടു കോർട്ട്, ഒരു രാജസദസ്സിൽ നിന്നും മറ്റൊരു രാജസദസ്സിലേക്ക്, റോഡ് ടു ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബറ്റൻബർഗ്, ബറ്റൻബർഗ് രാജകുമാരൻ്റെ കൊട്ടാരത്തിലേക്ക് സവാരി ചെയ്തു ഓൺ ഹിസ് ഡോങ്കി, അവൻ്റെ കഴുതപ്പുറത്ത്. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ്, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും, അതുപോലെ അപ്പിയറൻസ് മീൻസ് ബാഹ്യരൂപം, പ്രത്യക്ഷത്തിൽ കാണുന്ന രൂപം. അട്രാക്റ്റഡ് എവരി വൺസ് അറ്റൻഷൻ, എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ഹിസ് ക്യാപ് വാസ് സെറ്റ്, അദ്ദേഹത്തിൻ്റെ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു, സ്മാർട്ട്ലി, വളരെ സ്മാർട്ടായിട്ട്, ഓൺ ഹിസ് ഹെഡ്, അദ്ദേഹത്തിൻ്റെ തലയിൽ. ആൻഡ് ദ 3 ബ്രൈറ്റ് ഫെതേഴ്സ് ഓൺ ഇറ്റ്, അതിന്മേലുള്ള 3 തിളങ്ങുന്ന തൂവലുകൾ, ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ്, ഇളങ്കാറ്റിൽ ഡാൻസ് ചെയ്തു, അസി റോഡ്, അദ്ദേഹം സവാരി ചെയ്യുമ്പോൾ. അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ്, പാലസിൻ്റെ പ്രധാനപ്പെട്ട കവാടത്തിൽ, ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്, പാറാവുകാരുടെ ക്യാപ്റ്റൻ, കോൾഡ് ഔട്ട് ടു ഹിം, അവനോട് വിളിച്ചു പറഞ്ഞു, ഹേ ദർ യു ഫെലോ ഓൺ ദ ഡോങ്കി, കൈതപ്പുറത്തുള്ള മനുഷ്യ, വി ഡോണ്ട് അലോ, ഞങ്ങൾ അനുവദിക്കില്ല, എനി ലോഫേഴ്സ് ഹിയർ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളെയും ഇവിടെ. യു ആൻഡ് യുവർ ഡോങ്കി, നീയും നിൻ്റെ കഴുതയും, ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെലട്ടൻസ്, അസ്ഥിക്കൂട് പോലെ തോന്നിക്കുന്നു. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് വാസ് എ ടോൾ വെൽ-ബിൽഡ് റെഡ്-ഹെയർഡ് മാൻ ഓഫ് അബൌട്ട് 25. ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ് ഇൻ ഹിസ് ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം. Till looked at him coolly and then dismounted from his donkey. He bowed low and said, "May God bless you, Sir Captain. If I look like a skeleton, it is not my fault. I am very hungry. I have come here because I am forced to. If you will be so good as to give me a piece of the gold cord that you wear on your coat, I will go and hang myself by the teeth on that large leg of mutton that I see hanging in that butcher's shop." The captain of the guards
പറാബുകാരുടെ ക്യാപ്റ്റൻ. വാസ് എ ടോൾ, അദ്ദേഹം നല്ല നീളമുള്ള, വെൽ ബിൽറ്റ്, സ്ട്രോങ്, കരുത്തുള്ള, റെഡ് ഹയേർഡ് മാൻ, ചുവന്ന മുടിയുള്ള മനുഷ്യനായിരുന്നു. ഓഫ് അബൌട്ട് 25, 25 വയസ്സുള്ള. ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ്, അദ്ദേഹം ഭംഗിയോടെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നു. ഇൻ ഹിസ് ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം, അദ്ദേഹത്തിൻ്റെ സ്വർണം കൊണ്ട് നെയ്ത യൂണിഫോമിൽ. ടിൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂളി, ടിൽ അദ്ദേഹത്തെ ശാന്തമായി നോക്കി. ആൻഡ് ദെൻ ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി, എന്നിട്ട് കഴുതപ്പുറത്ത് നിന്നും ഇറങ്ങി. ഹി ബോഡ് ലോ ആൻഡ് സെഡ്, അദ്ദേഹം വണങ്ങിക്കൊണ്ട് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, മേ ഗോഡ് ബ്ലസ് യു സർ ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ സാറേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെലട്ടൺ, ഞാനൊരു അസ്ഥിക്കൂട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് മൈ ഫാൾട്ട്, അതെൻ്റെ തെറ്റല്ല. ഐ ആം വെരി ഹംഗ്രി, ഞാൻ വളരെ വിശപ്പുള്ളവനാണ്. ഐ ഹാവ് കം ഹിയർ, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ബിക്കോസ് ഐ ആം ഫോഴ്സ്ഡ് ടു, ഞാൻ നിർബന്ധിതനായിട്ട് വന്നതാണ്. ഇഫ് യു വിൽ ബി സോ ഗുഡ്, നിങ്ങൾ നല്ല ഒരു മനുഷ്യനാവുമെങ്കിൽ, ആസ് ടു ഗീവ് മീ എ പീസ് ഓഫ് ദ ഗോൾഡ് കോഡ്, സ്വർണ്ണച്ചരടിൻ്റെ ഒരു കഷ്ണം എനിക്ക് തരാൻ മാത്രം നല്ല മനുഷ്യനാവുമെങ്കിൽ, ദാറ്റ് യു വിയർ ഓൺ യുവർ കോട്ട്, നിങ്ങൾ നിങ്ങളുടെ കോട്ടിൽ ധരിച്ചിരിക്കുന്ന സ്വർണ്ണച്ചരടിൻ്റെ കഷ്ണം. ഐ വിൽ ഗോ ആൻഡ് ഹാങ് മൈസെൽഫ്, ഞാൻ പോയി തൂങ്ങും. ബൈ ദ ടീത്ത്, പല്ലിൽ കടിച്ച് തൂങ്ങും. ഓൺ ദാറ്റ് ലാർജ് ലെഗ് ഓഫ് മട്ടൺ, ആ വലിയ ആടിൻ്റെ കാലിൽ. ദാറ്റ് ഐ സീ ഹാങ്ങിങ് ഇൻ ദാറ്റ് ബച്ചേഴ്സ് ഷോപ്പ്, ഇറച്ചിക്കടക്കാരൻ്റെ ഷോപ്പിൽ തൂങ്ങിക്കിടക്കുന്നതായി ഞാൻ കാണുന്ന ആ ആടിൻ്റെ കാലിൽ. ദ ക്യാപ്റ്റൻ വാസ് പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ് വിത്ത് അനദർ ഓഫീസർ. ഹീ ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ടിൽ. Where do you come from? He asked. From Flanders, replied Till. What do you want? I should like to show His Highness the Archduke one of my paintings. I am a painter. Well, if you are a painter and if you come from Flanders, you may come in, said the captain, somewhat impressed. The captain was playing a game of chess. ക്യാപ്റ്റൻ ചെസ് കളിക്കുകയായിരുന്നു. വിത്ത് അനദർ ഓഫീസർ, മറ്റൊരു ഉദ്യോഗസ്ഥനുമായി. ഹീ ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ടിൽ, അദ്ദേഹം ടില്ലിനെ വളരെ ജിജ്ഞാസയോടുകൂടി നോക്കി. വേർ ഡു യു കം ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഹി ആസ്ക്ഡ്, അദ്ദേഹം ചോദിച്ചു. ഫ്രം ഫ്ലാൻഡേഴ്സ്, ഫ്ലാൻഡേഴ്സിൽ നിന്നും. റിപ്ലൈഡ് ടിൽ, ടില്ല് മറുപടി പറഞ്ഞു. വാട്ട് ഡു യു വാണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഐ ഷുഡ് ലൈക്ക് ടു ഷോ, ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഹീസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക്. ഹീസ് ഹൈനസ് എന്നാൽ രാജാവിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്, രാജാവിനെ എൻ്റെ ഒരു പെയിൻറ്റിങ് കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഐ ആം എ പെയിൻറ്റർ, ഞാനൊരു പെയിൻറ്ററാണ്. വെൽ, ഇഫ് യു ആർ എ പെയിൻറ്റർ, ശരി, നിങ്ങളൊരു പെയിൻറ്റർ ആണെങ്കിൽ, ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ്, നിങ്ങൾ വരുന്നത് ഫ്ലാൻഡേഴ്സിൽ നിന്നാണെങ്കിൽ, യു മേ കം ഇൻ, നിങ്ങൾക്ക് അകത്തേക്ക് വരാം. സർ ദ ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ പറഞ്ഞു. സംവാട്ട് ഇംപ്രസ്ഡ്, മതിപ്പോടുകൂടി. ദ ക്യാപ്റ്റൻ ന്യൂ ദാറ്റ് ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് ആൻഡ് ദെയർ പിക്ചേഴ്സ് വർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. Till was presented to the Archduke. He saluted the Archduke 3 times and stood before him with his head bowed. May your Highness pardon me for my rashness in thinking that one of my paintings will please your Highness. I have brought a picture of Our Lady the Virgin in her royal robes. I have painted it specially so that I might lay it at your noble feet. Till paused a few moments for his words to sink in. Then he continued, You must forgive me, Your Highness, if I have dared to hope that this picture will please you. Perhaps Your Highness might wish to offer me the chair of your court painter who died recently. I can see the empty velvet chair waiting to be filled. The captain knew. Captain മനസ്സിലാക്കി, ക്യാപ്റ്റൻ അറിഞ്ഞു. ദ ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ്, ഫ്ലെമിഷ് എന്നാൽ ഫ്ലാൻഡേഴ്സിലെ ഒരു ഭാഷയാണ്. ആൻഡ് ദെയർ പിക്ചേഴ്സ്, അവരുടെ ചിത്രങ്ങളും. വേർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്,
യൂറോപ്പിൽ മുഴുവനും നല്ല ഡിമാൻഡാണ് എന്ന്. ടിൽ വാസ് പ്രസൻറ്റഡ് ടു ദ ആർച്ച് ഡ്യൂക്ക്, രാജാവിൻ്റെ മുന്നിൽ ടിൽ ഹാജരാക്കപ്പെട്ടു. ഹി സല്യൂട്ടഡ് ദ ആർച്ച് ഡ്യൂക്ക് 3 times, അദ്ദേഹം രാജാവിനെ 3 പ്രാവശ്യം സല്യൂട്ട് ചെയ്തു. ആൻഡ് സ്റ്റുഡ് ബിഫോർ ഹിം, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നു. വിത്ത് ഹിസ് ഹെഡ് ബോഡ്, തല കുനിച്ചുകൊണ്ട്. മൈ യുവർ ഹൈനസ് പാർഡൺ മീ, രാജാവെ അങ്ങനെക്ക് മാപ്പ് തരണം. ഹൈനസ്, യുവർ ഹൈനസ്, ഹീസ് ഹൈനസ്, ഹെർ ഹൈനസ് എന്നൊക്കെ പറയും. ഹെർ ഹൈനസ് ആകുമ്പോൾ രാജകുമാരി അല്ലെങ്കിൽ രാജ്ഞിയൊക്കെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക. മേ യുവർ ഹൈനസ് പാർഡൺ മീ, അങ്ങനെക്ക് മാപ്പ് തരണം. ഫോർ മൈ റാഷ്നസ്, എൻ്റെ റാഷ്നസ് മീൻസ് തിടുക്കം. ഇൻ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്, ഞാൻ ചിന്തിച്ചതിൽ എൻ്റെ ഒരു പെയിൻറ്റിങ് വിൽ പ്ലീസ് യുവർ ഹൈനസ്, അങ്ങയെ തൃപ്തിപ്പെടുത്തും. എൻ്റെ ഒരു പെയിൻറ്റിങ് അങ്ങയെ തൃപ്തിപ്പെടുത്തുമെന്ന് ഞാൻ ധൃതി കൂട്ടി ചിന്തിച്ചതിന് എനിക്ക് മാപ്പ് തരണം. ഐ ഹാവ് ബ്രൗഡ് എ പിക്ചർ, ഞാനൊരു പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓഫ് അവർ ലേഡി ദ വേർജിൻ, നമ്മുടെ കന്യാമറിയമിൻ്റെ. ഇൻ ഹർ റോയൽ റോബ്സ്, അവളുടെ രാജകീയ വസ്ത്രത്തിൽ. ഐ ഹാവ് പെയിൻറ്റഡ് ഇറ്റ് സ്പെഷ്യലി, ഞാനത് പ്രത്യേകം പെയിൻറ്റ് ചെയ്തതാണ്. സോ ദാറ്റ് ഐ മൈറ്റ് ലൈറ്റ്, ഞാനത് വെക്കാൻ വേണ്ടി. അറ്റ് യുവർ നോബിൾ ഫീറ്റ്, അങ്ങയുടെ തൃപ്പാദങ്ങളിൽ. ടിൽ പോസ്ഡ് എ ഫ്യൂ മൊമെൻറ്റ്സ് ഫോർ ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ, ടിൽ കുറച്ച് നിമിഷം നിർത്തി. ഫോർ ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ക്ലിയർ ആവാൻ വേണ്ടി, വ്യക്തമാവാൻ വേണ്ടി. ദെൻ ഹി കണ്ടിന്യൂഡ്, എന്നിട്ട് അദ്ദേഹം തുടർന്നു. യു മസ്റ്റ് ഫോർ ഗീവ് മീ, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. യുവർ ഹൈനസ്, രാജാവേ. ഇഫ് ഐ ഹാവ് ഡയേഡ്, ഞാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ടു ഹോപ്പ്, പ്രതീക്ഷിക്കാൻ. ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു, ഈ ചിത്രം നിങ്ങളെ തൃപ്തിപ്പെടുത്തുമെന്ന്. പെർഹാപ്സ്, ഒരുപക്ഷെ. യുവർ ഹൈനസ് മൈറ്റ് വിഷ്, അങ്ങ് ആഗ്രഹിച്ചേക്കാം. ടു ഓഫർ മീ, എനിക്ക് നൽകാൻ. ദ ചെയർ ഓഫ് യുവർ കോട്ട് പെയിൻറ്റർ, നിങ്ങളുടെ കോട്ട് പെയിൻറ്ററുടെ ചെയർ. കോട്ട് പെയിൻറ്റർ എന്നാൽ കൊട്ടാര പെയിൻറ്റർ. ഹു ഡൈഡ് റീസെൻ്റ്ലി, ഈ അടുത്ത് മരിച്ചു പോയ. ഐ ക്യാൻ സി, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദ എംപ്റ്റി വെൽവെറ്റ് ചെയർ, കാലിയായ ആ വെൽവെറ്റ് ചെയർ. വെയിറ്റിംഗ് ടു ബി ഫിൽഡ്, അത് ഫില്ലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. കോട്ട് പെയിൻറ്ററുടെ ചെയറാണ് ആ വെൽവെറ്റ് ചെയർ.